സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി നല്ല ശബ്ദത്തിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വാഴ്ത്തപ്പെടട്ടെ. ഇവിടെ നടക്കുന്ന ഉപവാസങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഈ 5-ാമത്തെ ദിവസം, ഈ 2-ാമത്തെ സെഷനിൽ, ഈ രാത്രി സെഷനിൽ നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ കടന്നു വരുവാൻ, ഒരുമിച്ച് പാടുവാൻ, പ്രാർത്ഥിക്കാൻ, ദൈവമുഖത്തേക്ക് നോക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, കർത്തൃദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷ ഇവിടെയുള്ള ഈ ദൈവസഭയുടെ അനുഗ്രഹീത ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഞാൻ ക്രിസ്തുവിൽ സഹോദര തുല്യം സ്നേഹിക്കുന്ന പ്രനിഭാസ്, മറ്റു വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, ഇന്ന് രാത്രി ഇവിടെയുള്ള ശുശ്രൂഷകൾക്ക്, പ്രത്യേകിച്ച് കാല ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ജോമനച്ചാൻ, രാത്രി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ഈ രാത്രി ഞാൻ അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നേരത്തെ ഇതിന്റെ ഡേറ്റ് തന്നിരുന്നു, ഞാൻ ഓക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ മറ്റൊരു ക്രമീകരണത്തിന് വേണ്ടി ദേവദാസനെ വിളിച്ചു. നാളെയോ മറ്റന്നാളോ ഒരു ഡേറ്റ് മാറ്റി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിവസങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇയർ എൻഡിങ് മീറ്റിംഗും അതുപോലെ അടുത്ത ആഴ്ചയിൽ എന്റെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടക്കും, അതുകൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞു. വേറൊരു അവസരത്തിലാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. എന്റെ ദൈവസഭയിൽ എനിക്ക് ഫാസ്റ്റിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു. ശേഷം ഞങ്ങളുടെ പിള്ളേരുടെ ഒരു പ്രോഗ്രാമിനുള്ള ബന്ധത്തിൽ ഞാൻ ചർച്ചിലായിരുന്നു. ഞാൻ ജില്ലാ സെക്ടറിലെ ഇടത്തുവ സഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. പാസ്റ്ററാണ്. 5:45 റനിബാസിനെ വിളിക്കുന്നത്. പാസ്റ്റർക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒരുങ്ങി ഞാൻ തിരുവല്ലിക്കടുത്ത് കവിയിലാണ് എന്റെ വീട്. കവിയിൽ വന്നു. പെട്ടെന്ന് ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി കടന്നു വരികയായിരുന്നു. എല്ലാറ്റിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനം അർപ്പിച്ചതുപോലെ ഇന്ന് രാത്രി 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ആരുണ്ട്? ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ആ കരം ഉയർത്തി സന്തോഷത്തോടെ കർത്താവിനെ ശ്രമിച്ചാണ്. ആ ലൈംഗിക പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന കൂടിയാകെയാണ് ദൈവസന്നിധിയിൽ നാം ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊന്നും വെറുതെ അല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്നാണ് നമ്മളിപ്പോൾ നമുക്കാകുന്ന കാലത്ത് ഉപവസിച്ചാൽ സ്തോത്രം, നമ്മുടെ കയ്യിൽ നിന്ന് സകലതും പിടിവിട്ടു പോകുന്ന സമയത്ത് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചതും, ഇന്ന് നമ്മൾ ഉപവസിച്ചതും, ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി നിന്നതിന്റെ എല്ലാം സ്തോത്രം മറുപടിയും പകരവും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഇന്ന് രാത്രി എന്നോട് ചേർന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ഈ 5-ാമത് രാത്രി ഞാൻ ഉപവസിക്കുന്നത്, ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവസഭയിൽ നടക്കുന്ന പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരം ഉയർത്തിപ്പിടിച്ച അല്പ മിനിറ്റുകൾ ആധരങ്ങളെ തുറന്ന് നന്ദിയോട് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ, ഞാൻ ഉപവസിക്കുന്നത് വെറുതെയല്ല, പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല, ദൈവമുഖത്തേക്ക് നോക്കുന്നത് വെറുതെയല്ല, സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായി നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നത് കൊണ്ട് ധാരാളം സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ രാത്രി കർത്താവിന്റെ ഹൃദയത്തിനകത്ത് തന്ന ഒരു ആത്മീക ദൂത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ കർത്തൃ സന്നിധാനത്തിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി വളരെ പരിചയമുള്ള ഒരു വാക്യം ഇന്ന് രാത്രി അത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വായിക്കാം. ഞാൻ ആ ഭാഗം സ്തോത്രം ഹല്ലേലൂയ ഇവിടെ രാത്രി ശുശ്രൂഷിക്കാൻ വേണ്ടി കർത്താവിന്റെ ഹൃദയത്തിനകത്ത് തന്നു. സ്തോത്രം. ഈ രാത്രി ആരൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ആ വാക്യം ഉരുവിടുന്നതായി എനിക്ക് തോന്നുവാൻ ഇടയായി തീർന്നു. എടുക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫേസർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 10, 11, 12 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10, 11, 12 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവസന്നിധിയിൽ വായിക്കണേ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അടുത്തത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അടുത്തത് 12-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര. 13-ാമത്തെ വാക്യോട് വായിച്ചു മക്കളെ.
അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി. ഈ വാക്യത്തെ ഓർത്ത് കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള സഭയ്ക്ക് എഴുതിയ ലേഖനമാണിത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകൾ, സ്തോത്രം, ഹല്ലേലൂയ, നാനാവിധമായിട്ടുള്ള സ്തോത്രം, ഒത്തിരി ആശയങ്ങളും, ഹല്ലേലൂയ, ദൈവസഭയെ കുറിച്ചും ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണം എന്നുള്ള ചില ഭാഗങ്ങൾ എഴുതിയിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. ഈ രാത്രി എന്റെ മുൻപിൽ സമയമില്ലാത്തത് കൊണ്ട് അതിന്റെ പശ്ചാത്തല ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ സ്തോത്രം ഈ രാത്രി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ലേഖനമാണ് ഇത്, എഫേസ്യ ലേഖനം. സ്തോത്രം. എന്തുകൊണ്ടാണ് ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടാൻ ഇടയായി മാറുന്നത്? സ്തോത്രം. പ്രധാനപ്പെട്ട 6 ചിന്തകൾ, സ്തോത്രം, ദൈവസഭയെ കുറിച്ചുള്ള 6 ചിന്തകൾ ഈ 6 അധ്യായങ്ങളായി സ്തോത്രം തെളിഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് രാത്രി അതൊന്ന് വേഗത്തിൽ പറഞ്ഞിട്ട് എന്റെ വാക്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശരീരമാകുന്ന ദൈവസഭയെ ഒരു ശരീരത്തോടാണ് അപ്പോസ്തലനായ പൗലോസ് ഉപമിച്ചിരിക്കുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ്. 1-ാമത്തെ അധ്യായത്തിൽ ശരീരമായ ദൈവസഭയാണെങ്കിൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭ ഒരു വിശുദ്ധ മന്ദിരമാണ്. സ്തോത്രം. ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവസഭ 2-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ മന്ദിരമാണ്. ഇന്ന് രാത്രി വാക്യങ്ങളൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സ്തോത്രം സമയം വേഗത്തിൽ ഓടുന്നത് കൊണ്ടും എനിക്ക് എന്റെ സന്ദേശം സ്തോത്രം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കണമെന്നും ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2-ാമത്തെ അധ്യായത്തിൽ സ്തോത്രം സഭ വിശുദ്ധ മന്ദിരമാണെങ്കിൽ 3-ാമത്തെ അധ്യായത്തിൽ ദൈവസഭ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ്, മിസ്റ്ററിയാണ്. ഇനി 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭ ഒരു പുതിയ മനുഷ്യനാണ്, ന്യൂമാനാണ്, പുതിയ മനുഷ്യനാണ്. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭ മണവാട്ടിയാണ്. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭ ആയുധം ധരിക്കുന്ന ഒരു സൈനികനാണ് ദൈവസഭ. ഹല്ലേലൂയ. ഈ 6 അധ്യായങ്ങളായി ദൈവസഭയുടെ 6 പ്രധാനപ്പെട്ട ചിത്രങ്ങളും പിക്ചറുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രി തുടർന്ന് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് എടുത്ത് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില വാക്കുകൾ ഇന്ന് രാത്രി നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ എന്റെ കൂടെ വരണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുകയാണ്. എടുത്ത് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളൊന്ന് വായിച്ചു. എഫേസ്യ ലേഖനം 1-4. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും, അടുത്തത് ഇനി ശ്രദ്ധിച്ചോണെ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുപ്പ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട പദം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവമായ കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? ഇന്ന് രാത്രി ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആധാരം തുറന്ന് സ്തോത്രം ചെയ്യ്. എന്റെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്റെ മേൽ വന്നതുകൊണ്ടാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ രാത്രി ഞാൻ ഈ ആലയത്തിനകത്തിരുന്ന് ഈ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പിന്നിലെ കാരണം, റീസൺ എന്ന് പറയുന്നത്, സ്തോത്രം, ആദ്യമേ എന്റെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ് വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം കണ്ടോ? ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ എന്ത് ചെയ്തു? അപ്പൊ 1-ാമത്തെ പദം, സ്വർഗത്തിലെ ദൈവം എന്നെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഇനി എവിടെ നിന്നാ തിരഞ്ഞെടുത്തതെന്ന് പറയാൻ പോകണമെങ്കിൽ ഒത്തിരി സ്തോത്രം വാക്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ദൈവം എന്നെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഇനി 5-ാമത്തെ വാക്യം വായിച്ചേ. 5-ാമത്തെ വാക്യം, തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. ഇനി 2-ാമത്തെ പദമാണ്
തിരഞ്ഞെടുത്ത എന്നെ എന്ത് ചെയ്തു? ദത്തെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ സ്തോത്രമൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ലോക സ്ഥാപനത്തിന് മുൻപേ എന്നെ എന്ത് ചെയ്തു? അവനിൽ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്ത എന്നെ എന്താ ചെയ്തത്? ഹല്ലേലൂയ, ദത്തെടുത്തു. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒത്തിരി അർത്ഥം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പദമാണ് എന്നെ എന്ത് ചെയ്തു? ദത്തെടുത്തു. ഇനി 3 വായിച്ചേ, 7ാമത്തെ വാക്യം വായിച്ചേ, 1:7. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. സ്തോത്രം. അപ്പൊ തെരഞ്ഞെടുത്ത എന്നെ, അടുത്ത പദം ദത്തെടുത്ത എന്നെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? ആ 3ാമത്തെ പൊസിഷനിലേക്ക് കർത്താവ് എന്നെ കയറ്റി നിർത്തി. ഏതാ പൊസിഷൻ? എന്നെ വീണ്ടെടുത്ത് പാപത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ പാപത്തിന്റെ ദാസനായി കിടന്ന എന്നെ, ആ പാപത്തിന്റെ ചേറ്റിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ എന്ത് ചെയ്തു? ഉറക്കെ പറ, അവന്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി അവൻ എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മളെ വീണ്ടെടുത്തത്? പൊന്ന്, വെള്ളി എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടാണോ? അല്ല, ക്രിസ്തു യേശുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം എന്നെ എന്ത് ചെയ്തത്? വീണ്ടെടുത്തത്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആ കരം ഉയർത്തി ഒന്ന് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. അപ്പൊ അതിക്രമങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, പിശാചിന്റെ അന്ധകാരത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മളെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. അപ്പൊ 3 പദങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. 1, അവൻ എന്നെ തിരഞ്ഞെടുത്തു. 2, അവൻ എന്നെ ദത്തെടുത്തു. 3, അവൻ എന്നെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. ഇനി വായിച്ചേ, 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1:14. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ നമ്മളെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടപ്പെട്ടേക്കുക. ഓ, നിങ്ങൾക്കൊരു സന്തോഷമില്ല ഇന്ന് രാത്രി? ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുൻപ് തെരഞ്ഞെടുത്ത, ദത്തെടുത്ത, വീണ്ടെടുത്ത എന്റെ മേൽ ഇപ്പോൾ എന്തോ കിടപ്പുണ്ട്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ 5-ാമത് രാത്രി വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ആദരം തുറന്നൊന്ന് സ്തോത്രം ചെയ്യ്. എന്റെ മേൽ ഒരു മുദ്ര കിടപ്പുണ്ട്. ഏത് മുദ്രയാ കിടക്കുന്നത്? 666 എന്നൊരു സീലല്ല എന്റെ മേൽ കിടക്കുന്നത്. 2 മുദ്രയാ എന്റെ മേൽ കിടക്കുന്നത്. 1 യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര, 2 ആ പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അല്ലേ? അവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ? നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ എന്ത് ചെയ്തിരിക്കുക? മുദ്രയിട്ടിരിക്കുക. അപ്പൊ എന്റെ മേൽ എന്തോ കിടപ്പുണ്ട്? ഒരു മുദ്ര കിടപ്പുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് അതൊന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. എന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്ര കിടപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മേൽ എന്തോ കിടപ്പുണ്ട്? ആത്മാവിന്റെ മുദ്ര കിടപ്പുണ്ട്. അല്ലേ? സ്തോത്രം. നമുക്കറിയാം ഈ കുറെ പഴയ കാലങ്ങളിൽ നമുക്കറിയാം. സ്തോത്രം. ഇപ്പോഴാണ് കോൺക്രീറ്റിന്റെ പോസ്റ്റ് ഒക്കെ റോഡ് സൈഡിൽ നമ്മൾ കാണുന്നത്. നേരത്തെ എന്തിന്റെ പോസ്റ്റ് ആയിരുന്നു? തടിയുടെ പോസ്റ്റ് ആയിരുന്നു. ആ പോസ്റ്റിന്റെ ഏകദേശം നടുഭാഗത്ത്, സ്തോത്രം, അകത്ത് കുറച്ച് നമ്പറും, സ്തോത്രം, ഒരു മഞ്ഞ വട്ടം കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. പഴയ പോസ്റ്റ്. ഇനി ആ പോസ്റ്റ്, സ്തോത്രം, ദ്രവിച്ച് റോഡിൽ വീണാലും നമ്മൾ എടുക്കുവോ? ഓ, വാഗ്ദാനക്കാർ എടുക്കുമെന്ന് തോന്നുന്നു. സ്തോത്രം. എടുക്കുവോ? ആ പോസ്റ്റ് ദ്രവിച്ച് റോഡ് സൈഡിൽ വീണാലും, ഇനി നമ്മുടെ വീട്ടിൽ, സ്തോത്രം, കത്തിക്കാൻ ഒന്നുമില്ലെങ്കിലും ഓടിച്ചെന്ന പോസ്റ്റ് എടുക്കുവോ? ഇല്ല. കാര്യം എന്താ? സ്തോത്രം. ആ തടിയുടെ പ്രത്യേകത കൊണ്ടല്ല, അത് ദ്രവിച്ചത് കൊണ്ടല്ല. ആ തടിയുടെ നടുഭാഗത്തൊരു സീല് ചെയ്തിട്ടുണ്ട്. എന്താ സീല് ചെയ്തതിന്റെ അർത്ഥം എന്നറിയാമോ? ഇത് ഗവൺമെന്റ് വകയാണ്, ഇത് ഗവൺമെന്റിന് അധികാരപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെങ്കിൽ ഈ 5-ാമത് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, എന്റെ മേലും നിന്റെ മേലും നമ്മുടെ മേൽ കിടക്കുന്ന മുദ്ര എന്ന് പറയുന്നത് ഏത് പിശാചിന്റെ സീലല്ല, ആത്മാവിന്റെ, ആ പരിശുദ്ധാത്മാവിന്റെ, ആ ദൈവകൃപയുടെ സീലാണ് ഇന്ന് രാത്രി നമ്മുടെ തലയിൽ കിടക്കുന്നത്. ഈ 5-ാമത് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആദരം തുറന്ന് സ്തോത്രം ചെയ്യ്. എന്നെ ഒരു പിശാചിന് തൊടാൻ പറ്റത്തില്ല, എന്നെ ഒരു ദുഷ്ടശക്തികൾക്ക് തൊടാൻ പറ്റത്തില്ല. കാര്യം എന്താ? ആത്മാവിന്റെ സീല് എന്റെ മേലുണ്ട്.
ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അഞ്ചാമത് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ആദരം തുറന്ന് സ്തോത്രം ചെയ്യുക. എല്ലാവരെ പോലുമുള്ള ഒരു പാസ്റ്റർ അല്ല ഞാന്, എല്ലാവരെ പോലുമുള്ള ഒരു വിശ്വാസിയല്ല ഞാന്. ആത്മാവിന്റെ സീല്, ഒരു മുദ്ര എന്റെ കിടപ്പുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ മുദ്രയാൽ നമ്മളെ എന്ത് ചെയ്തേക്കുക? മുദ്രയിട്ടേക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞ 4-5 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. 1, നമ്മളെ തിരഞ്ഞെടുത്തു. 2, നമ്മളെ ദത്തെടുത്തു. 3, സ്തോത്രം, എന്ത് ചെയ്തു? നമ്മളെ വീണ്ടെടുത്തു. 4, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ എന്ത് ചെയ്തിരിക്കുക? മുദ്രയിടപ്പെട്ടിരിക്കുക. അങ്ങനെ ഹല്ലേലൂയ, തിരഞ്ഞെടുത്ത വ്യക്തി, യേശുക്രിസ്തുവിനാൽ ദത്തെടുക്കപ്പെട്ട വ്യക്തി, യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി, ഇനി ഹല്ലേലൂയ ആത്മാവിന്റെ മുദ്ര ഏൽക്കപ്പെട്ട വ്യക്തി. സ്തോത്രം. 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. ഒന്നുറക്കെ നിങ്ങൾ എന്റെ കൂടെ പറ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദത്തെടുക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, ആത്മാവിന്റെ മുദ്ര ഏൽക്കപ്പെട്ട ആ വ്യക്തി ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും. ഇന്ന് രാത്രി, 5-ാമത് രാത്രി, നിങ്ങൾ ശക്തിപ്പെട്ടോണം. ആരുടെ കൃപയില, ആരുടെ ബലത്തില? ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും. ഇന്ന് രാത്രി ആത്മശക്തി പുതുക്കൽ, ആത്മശക്തിയിൽ പുതുകി വേണം പോകാൻ. യേശുവിന്റെ നാമത്തിൽ ഒരു പുതുക്കം ഇതുവരെയും അകത്ത് നടന്നിട്ടില്ലെങ്കിൽ, ആത്മാവിന്റെ ശക്തിയിൽ പുതുക്കി വേണം വീട്ടിലേക്ക് പോകാൻ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇത്രയും വലിയൊരു പ്രോസസ്സിലൂടെ കടന്നുപോയ ഹല്ലേലൂയ ആള് 6-10 പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. അപ്പൊ ആരാ ശക്തിപ്പെടേണ്ടത്? വഴിയെ പോകുന്നവരല്ല ശക്തിപ്പെടേണ്ടത്. യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട്, ദത്തെടുക്കപ്പെട്ട്, വീണ്ടെടുക്കപ്പെട്ട്, ആത്മാവിന്റെ മുദ്ര ഏറ്റ വ്യക്തികളാണ് എന്ത് ചെയ്യേണ്ടത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഇനി ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. നമ്മുടെ പഴയ നടപ്പ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നമ്മൾ യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ്, നമ്മൾ ദത്തെടുക്കപ്പെടുന്നതിന് മുമ്പ്, നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് നടന്നതെന്ന് ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ 1-2 വാക്യങ്ങൾ നിങ്ങൾ എന്നെ ഒന്ന് വായിച്ചു സഹായിക്കണമേ. വായിച്ച് 1-ാമത്തെ സ്തോത്രം അധ്യായത്തിന്റെ ഹല്ലേലൂയ 1-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 1:22. സോറി 4:22 വായിച്ച്. 4:22. എഫേസ്യർ 4:22. കേട്ടോണെ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, ശ്രദ്ധിച്ചേ, അപ്പം ഈ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ്, യേശുക്രിസ്തുവിലേക്ക് ദത്തെടുക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ നടപ്പ് എങ്ങനെയായിരുന്നു? പഴയ മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ഹലോ, സ്തോത്രം. പഴയ മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? നടന്നത്. ഇനി വായിച്ച് 4:17 വായിച്ചേ. 4:17 എഫേസ്യർ 4:17 വായിച്ചോ. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി. അപ്പൊ നമ്മുടെ നടപ്പിന്റെ 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ജാതികളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്ന പോലെയായിരുന്നു. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാ നടന്നതെന്ന് എഴുതിയിരിക്കുന്നത്. 1, പഴയ മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു. 2, ജാതികളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്നു. ഇനി 2:3 വായിച്ചേ. എഫേസ്യ ലേഖനം 2:3. സ്തോത്രം, 2:3 വായിച്ചേ. മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ മതി. കണ്ടോ? അപ്പൊ 3 നടപ്പ് നമ്മൾ കണ്ടു. 1, പഴയ മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു. 2, ജാതികളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്നു. 3, ജഡമോഹങ്ങളിൽ നടന്നു. തീർന്നില്ല.
സ്തോത്രം, ഹല്ലേലൂയ. 2:2 വായിച്ചേ. 2:2. ആ, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും, കേട്ടോണേ, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച്. സ്തോത്രം. ഇവിടെ ആരോ പ്രാർത്ഥിക്കുന്നത് കേട്ടു, അനുസരണത്തോടെ നടക്കാൻ ഞങ്ങളെ. നിങ്ങൾ കേട്ടില്ല, ഞാനിവിടെ വന്നപ്പോ കേട്ടതാ. സ്തോത്രം. അപ്പൊ ഈ അനുസരണക്കേടിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മറ്റേ കക്ഷിയാണ്. സ്തോത്രം. നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. പാസ്റ്ററുടെ കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് അകത്ത് മറ്റേ പുള്ളി. അയ്യോ, 5-ാമത്തെ രാത്രി പേടിക്കണ്ട. സ്തോത്രം. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിനാലാണ് ആര് നടന്നത്? നമ്മൾ നടന്നത് എന്ന്? ക്രിസ്തുവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 50 വർഷം കഴിഞ്ഞല്ല, ക്രിസ്തുവിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്ത്, നമ്മളെ ദത്തെടുത്ത് ആത്മാവിനാൽ മുദ്രയിടപ്പെടുന്നതിന് മുമ്പ് അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ നമ്മൾ നടന്നു. 4 നടപ്പ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. പഴയ മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു. 2, ജാതികളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നു. 3, ജഡമോഹങ്ങളിൽ നടന്നു. 4, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ നടത്തപ്പെട്ടു. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനും ജഡമോഹത്തിനും അനുസരിച്ച് നടന്ന നമ്മളെയാണ്, സ്തോത്രം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചോര കൊടുത്ത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ കരമുയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം മോഹങ്ങളിൽ, സ്വന്തം ആലോചന പ്രകാരം നടന്ന എന്നെയാണ് യേശു ക്രൂശിന്റെ മേൽ ചോര കൊടുത്ത് അവൻ എന്നെ തിരഞ്ഞെടുത്തു, എന്നെ ദത്തെടുത്തു, അവൻ എന്നെ വീണ്ടെടുത്തു, ആത്മാവിന്റെ മുദ്ര എന്റെ മേലിട്ട് ഈ വാഗ്ദാനം ചർച്ചക്കോർ ദൈവസഭയ്ക്കകത്ത് കൊണ്ടിരുത്തിയ ആ ദൈവത്തെ ഇന്ന് രാത്രി കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യേ. സ്തോത്രം. ഇനി ആത്മാവിനാൽ മുദ്രയിടപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ദത്തെടുക്കപ്പെട്ട ഒരു വ്യക്തി നടക്കേണ്ടത് എങ്ങനെയാ? അതും ഇതേ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വായിച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. 4-ാമത്തെ അധ്യായത്തിന്റെ, സ്തോത്രം, 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അച്ഛാ, ഒന്നോട്ടങ്ങ് വായിച്ചോ. ഒന്നോട്ട്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന, അടുത്തത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം ഒന്ന് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ. അയ്യോ, അപ്പൊ എങ്ങനെയായിരിക്കണം നമ്മുടെ നടപ്പ്? സ്തോത്രം. അതിനു മുമ്പ് 2 കാര്യമുണ്ട്, അത് വിട്ടുകളയല്ലേ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ആത്മാവിനാൽ മുദ്രയിടപ്പെട്ട ഒരു വ്യക്തി നടക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി ലേഖനത്തിൽ പൗലോസ് പറയുകയു. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ. അതുകൊണ്ട് തീർന്നില്ല. 5:2 വായിച്ചു. 5:2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതൽ നടക്കേണ്ട 2-ാമത്തെ രീതി എന്ന് പറയുന്നത് എങ്ങനെയാ? സ്നേഹത്തിൽ നടക്കണം. ഇനി 5:9 വായിച്ചേ. അടുത്ത നടപ്പ് പൗലോസ് പറയുന്നുണ്ട്. 5:9. ദൈവത്തിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി. അപ്പൊ 3-ാമതൊരു ദൈവ പൈതൽ നടക്കേണ്ടത് എങ്ങനെയാ? വെളിച്ചത്തിന്റെ മക്കളായിട്ട് വേണം എന്ത് ചെയ്യാൻ? താഴോട്ട് ആ വാക്യം ഒന്നുകൂടെ വായിച്ചാച്ചാ. സകല സൽഗുണവും നീതിയും ഭക്തിയുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അടുത്തത്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തനങ്ങളിൽ
സ്തോത്രം. ഇപ്പൊ ഇരുട്ടിന്റെ പ്രവർത്തനം ഒരാൾ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്തോത്രം, നാളെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഫോൺ എടുത്ത് സ്തോത്രം, വാഗ്ദാനങ്ങളോട് അല്ല കേട്ടോ. അപ്പൊ മൂന്നാമത്തെ നടപ്പെന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. 5:15 വായിച്ചേ. അടുത്തൊരു നടപ്പൂടെ പറയാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല. ഒരു ദൈവ പൈതൽ നടക്കേണ്ട നാലാമത്തെ നടപ്പ് രീതിയാണ് പൗലോസ് പറയുന്നത്. അജ്ഞാനികളായിട്ടല്ല. പിന്നെ എങ്ങനെ വേണം നടക്കാൻ? ജ്ഞാനികളായിട്ട് വേണം നടക്കാൻ. കാര്യമെന്താ? സ്തോത്രം, നിന്നെ തെരഞ്ഞെടുത്ത്, നിന്നെ ദത്തെടുത്തു. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ വിലയ്ക്ക് വാങ്ങി. അടുത്തത്, ആത്മാവെന്ന മുദ്ര നമ്മുടെ മേൽ സ്തോത്രം ഹല്ലേലൂയ ഇട്ടത് അജ്ഞാനികളായിട്ട് നടക്കാനല്ല. ഇന്ന് രാത്രി കരമുയർത്തി സന്തോഷത്തോടെ 5ാമത് രാത്രി അതരം തുറന്ന് പറ, നീ അജ്ഞാനിയെ പോലെ നടക്കാനല്ല. ദൈവവചനത്തിന്റെ ജ്ഞാനവും ദൈവകൃപയും ആത്മാവിന്റെ അഭിഷേകവും പ്രാപിച്ചു വേണം ഈ ഉലകത്തിൽ, ഈ രാജ്യത്തിൽ, ഈ ദേശത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ ദൈവസഭയ്ക്കകത്ത് നടക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മുടെ പഴയ നടപ്പും നമ്മളുടെ പുതിയ നടപ്പും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയ മനുഷ്യന്റെ ഹല്ലേലൂയ ആ മോഹങ്ങളെ വിട്ടിട്ട്, ജഡമോഹങ്ങളെ വിട്ടിട്ട്, സ്തോത്രം ഹല്ലേലൂയ, പുതിയ മനുഷ്യനെ ധരിച്ച് ദൈവത്തിന്റെ കൃപ പ്രാപിക്കുന്ന ദൈവമക്കൾ 6:10 വരുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശ്രദ്ധിച്ചേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അടുത്തത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം താഴോട്ട് സ്തോത്രം കിടപ്പുണ്ടത്. സമയം ഉണ്ടെങ്കിൽ നമുക്കത് ചിന്തിക്കാം. ഇനി 12ാമത്തെ വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ ആരോട് നമുക്ക് പോരാട്ടമുള്ളത്? സ്തോത്രം. 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, 4 സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. നിങ്ങൾ കേട്ടോണേ. സ്തോത്രം. അപ്പൊ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ, പോരാട്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 6ാമത്തെ അധ്യായം സ്തോത്ര തുടക്കത്തിലെ പറഞ്ഞത്, ദൈവസഭ എന്ന് പറയുന്നത് ഒരു സൈനികനാണ്. സ്തോത്രം. സൈനികൻ എന്ന് പറഞ്ഞാൽ സാധാരണ സൈനികനല്ല, ആയുധം ധരിച്ച സൈനികനാണ്. ആര്? ദൈവസഭ. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ദൈവസഭ എല്ലാ കാലത്തും എവിടെയാ? പോർക്കളത്തിലാണ്. ദൈവസഭ എല്ലാ കാലത്തും കൊട്ടാരത്തിനകത്തല്ല. ദൈവസഭ എല്ലാ കാലത്തിലും വേറെ എങ്ങുമല്ല. ദൈവസഭ എല്ലാ കാലത്തും പോർക്കളത്തിലാണ്. നമുക്ക് എന്തോ ഉണ്ട്? ഇന്ന് രാത്രി ഉറക്കെ പറ, നമുക്ക് പോരാട്ടമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കേൾക്കണേ. നമുക്ക് പോരാട്ടമുള്ളത് ആരോടാ? അവിടെ 12ാമത്തെ വാക്യം കണ്ടോ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് അപ്പുറത്തെ വീട്ടിലെ ലീലാമാമയോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് അപ്പുറത്തെ ജോയിച്ചാനോടല്ല. ഹലോ സ്തോത്രം. പിന്നെ ആരോടാ? വാഗ്ദാനം ദൈവസഭയ്ക്കും ഈ 2025 ഡിസംബർ മാസം 26-ാം തീയതി പോരാട്ടമുണ്ടെങ്കിൽ അതൊരു കുടുംബത്തോടല്ല, അതൊരു ദേശത്തോടല്ല. ഈ ദേശങ്ങളെ കൈയടക്കി വെച്ചിരിക്കുന്ന ചില അന്ധകാരത്തിന്റെ തേർവാഴ്ചകൾ യേശുവിന്റെ നാമത്തിൽ ഈ 5ാമത് രാത്രി ഞാനിത് പ്രസ്താവിക്കുമ്പോൾ, ഇന്നും നമുക്ക് കാണാൻ പറ്റാത്ത ചില മേഖലകളിൽ സഭ പോരാടിക്കൊണ്ടിരിക്കുക. നിങ്ങളൊരു നല്ല സ്തോത്രം പോലും പറയുന്നില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ ആരോടാ പോരാട്ടമുള്ളത്? വാഴ്ചകൾ. കണ്ടോ? 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 ഈ അന്ധകാരത്തിലെ ലോകാധിപതികൾ. കേട്ടോണേ, ഇതെല്ലാം പിശാചിന്റെ ഓരോ ഏജന്റുമാരാ. ആരുടെ? പിശാചിന്റെ ഓരോ ഏജന്റുമാര്. ഇപ്പൊ നെടുമ്പറമ്പിൽ ഫിനാൻസ്, അതിനൊരു ഹെഡ് ഓഫീസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഏജൻസീസ് കോട്ടയത്തുണ്ടാകും, അതിന്റെ ഏജൻസീസ് തിരുവല്ലയിൽ ഉണ്ടാകും, അതിന്റെ ഏജൻസീസ് കൊട്ടാരക്കര ഉണ്ടാകും. ഇനി ചിലപ്പം അതിന്റെ ഏജൻസികൾ
സ്തോത്രം, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുണ്ട്. ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന ഒരുപക്ഷെ ഈ ഭാഗത്താനോ കോട്ടയം എവിടെയെങ്കിലും ആയിരിക്കും എന്ന് പറയുന്നത് പോലെ, സ്തോത്രം, ഈ പിശാചിനും അവന്റെ ചില ഏജന്റുമാരുണ്ട്. ഓ സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ ഏജന്റുമാരുടെ പേരവിടെ എഴുതിയിരിക്കുന്നത്: 1, വാഴ്ചകൾ; 2, അധികാരങ്ങൾ; 3, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ; 4, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ. സ്തോത്രം. ഇനി സ്തോത്രം, അപ്പം ഈ ലോകത്തിന് മാത്രമല്ല, ആകാശമണ്ഡലങ്ങൾക്കപ്പുറത്തും ആരുണ്ട്? പൈശാചിക ഏജന്റുമാരുണ്ട്, അല്ലെ? ദാനിയേലിന്റെ മറുപടിയെ തടഞ്ഞ ഒരു കക്ഷി നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. അവിടുന്ന് ആദ്യമേ മറുപടി പുറപ്പെട്ടതാ. പക്ഷെ എന്ത് ചെയ്യുന്നു? പാർസി ദേശത്തിന്റെ പ്രഭു എന്ത് ചെയ്തു? ആ മറുപടി തടഞ്ഞു. ഇന്ന് രാത്രി, 5-ാമത് രാത്രി, ഞാനൊരു കാര്യം പറയാം. സ്തോത്രം, സാത്താനും അവന്റെ ഏജന്റുമാർക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണമെങ്കിൽ മറുപടി തടയാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവം അയച്ച ഒരു മറുപടി ക്യാൻസൽ ചെയ്യാൻ അവന് കർത്താവ് അധികാരം കൊടുക്കത്തില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഓ, ചിലപ്പോൾ 1-2 മാസമോ 1-2 വർഷമോ ചിലപ്പോൾ എന്ത് ചെയ്യും? മറുപടി താമസിക്കും. പക്ഷെ ദൈവം അയച്ചൊരു മറുപടി ക്യാൻസൽ ചെയ്ത് കളയാൻ, നീക്കി കളയാൻ സ്വർഗ പിശാചിന് അവസരം കൊടുക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. കേൾക്കണമേ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം കണ്ടു: നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിലെ ലോകാധിപതികൾ. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഇതേ അധ്യായത്തിൽ നിന്ന് ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പൊ ഈ വാക്യത്തിന്റെ ആഴം കുറച്ചുകൂടെ നിങ്ങൾക്ക് പിടികിട്ടും. വായിച്ചേ, 1-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1:20. എഫേസ്യർ 1:20 പെട്ടെന്ന് വായിച്ചോ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് എന്ന് പറയുമ്പോൾ ആരാ വ്യാപരിച്ചത്? പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലും വ്യാപരിച്ച് യേശുവിനെ എന്ത് ചെയ്തു? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. അടുത്ത വാക്യം ശ്രദ്ധിച്ച് വേണം വായിക്കാൻ. വായിച്ചോ. സ്വർഗത്തിൽ തന്റെ വലത്തു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും, അധികാരത്തിനും, ശക്തിക്കും, കർത്തൃത്വത്തിനും, കേട്ടോണേ, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. മതി. ശ്രദ്ധിച്ചേ, ആ വാക്യത്തിന്റെ ആഴം നിങ്ങൾക്ക് പിടികിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത്. എഫേസ്യർ 6:12 നമ്മൾ കണ്ടു, 11 നമ്മൾ കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്ര നമുക്ക് എന്തുള്ളത്? പോരാട്ടമുള്ളത്. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെയാ ഇരുത്തിയതെന്ന് കണ്ടോ? 21-ാമത്തെ വാക്യത്തിലാ എവിടെ ഇരുത്തിയത് എഴുതിയിരിക്കുന്നത്? സ്വർഗത്തിൽ തന്റെ വലത്തു ഭാഗത്ത്, കേട്ടോണേ, എല്ലാ വാഴ്ചയ്ക്കും, അധികാരത്തിനും, ശക്തിക്കും, കർത്തൃത്വത്തിനും, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ. ഇനി 22-ാമത്തെ വാക്യം കണ്ടോ? സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ. അപ്പൊ ഈ എഫേസ്യർ 6:11 സാത്താന്റെ ഏജന്റുമാരുടെയും മുകളിലാണ് ആരിയ്ക്കുന്നത്? ഓ, എനിക്കറിയത്തില്ല. നിങ്ങൾ സ്തോത്രം, ഹല്ലേലൂയ. എടാ, സാത്താന്റെ ഏജന്റുമാരുടെ മുകളില് ആരിയ്ക്കുന്നത്? നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ഇരിക്കുന്നത്. ഓ, അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇങ്ങനെ സ്തോത്രം പറഞ്ഞാ പോരാ. ഞാൻ ആരാധിക്കുന്ന എന്റെ ആരാധ്യ പുരുഷനായ എന്റെ കർത്താവ് ഇരിക്കുന്നത് സ്വർലോകങ്ങളിലും അധോലോകങ്ങളിലും ഈ ലോകത്തിലുമുള്ള ദുഷ്ടാത്മ സേനയ്ക്ക് മുകളിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ മുകളിലിരിക്കുന്ന വ്യക്തിയുടെ മക്കളാണ് ആര്? ഓ, ഒന്ന് ഉറക്കെ പറ. സ്തോത്രം, ഹല്ലേലൂയ. ഈ വെളിപ്പാട് നമ്മുടെ അകത്ത് കയറണം.
സ്വോത്രം, സർവ്വതും കാൽക്കീഴാക്കി വെച്ചിരിക്കുന്ന ആ പിതാവായ ദൈവത്തിന്റെ മക്കളാണ് ആര്? നമ്മൾ ഓരോരുത്തരും. ഓ ഹോ ഹോ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ മക്കളാണ് ആര്? നമ്മൾ ഓരോരുത്തരും. അപ്പൊ അങ്ങനെങ്കിൽ സ്വോത്രം, അവന്റെ മക്കളെ തൊടാൻ ഏതെങ്കിലും ഒരു പോരിന് അവൻ അനുവാദം കൊടുക്കുമോ? ഏതെങ്കിലും ഒരു പിശാചിന് അനുവാദം കൊടുക്കുമോ? ഇല്ല ദൈവമക്കളെ. ഇന്ന് രാത്രി അവന്റെ കാൽക്കീഴെ വെച്ചിരിക്കുന്ന ഒരു അധികാരത്തിന് തന്റെ മക്കളെ കയറി പിടിക്കാൻ സ്വർഗം അനുവാദം കൊടുക്കത്തില്ല. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ഈ അഞ്ചാമത് രാത്രി ആലയത്തിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ആദരം തുറന്ന് സ്തോത്രം ചെയ്യുക. ഒരു പോരാട്ടത്തിനോ ഒരു പിശാചിനോ ഒരു ദുഷ്ടശക്തിക്കോ നിന്നെ തൊടാൻ സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, ഇതിന്റെ ഒക്കെ ഈ അധികാരത്തിന്റെയും വാഴ്ചയുടെയും മുകളിലാണ് നമ്മുടെ കർത്താവ് ഇരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം കണ്ടോ? സർവവും അവന്റെ കാൽക്കീഴിലാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരവും വാഴ്ചയും പിശാചിന്റെ എല്ലാ ഏജന്റുമാരും കർത്താവിന്റെ കാലിന്റെ കീഴിലാണ്, അല്ലെ? അതുകൊണ്ടല്ലേ ശിഷ്യന്മാരോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞത്, പാമ്പുകളെയും ബാക്കി പറ തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, അടുത്ത പറ, ഞാൻ നിങ്ങൾക്ക്, ഇനി അടുത്തത്, അവ ഒന്നും ഒരു നാളും നിനക്ക്, ഓ കമോൺ, ഒരു ദോഷ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കാൽക്കീഴാക്കി വെച്ചിരിക്കുന്നത് ഒന്നും യേശുവിന്റെ നാമത്തിൽ വാഗ്ദാനം ദൈവസഭയോടോ, വാഗ്ദാനം ദൈവസഭയ്ക്കകത്ത് ആരാധിക്കുന്ന ആ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവൈതലിനോടോ ഒരു കുടുംബത്തോടോ ഈ അഞ്ചാമത് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാൽക്കീഴുള്ളതിനെ നീ പേടിക്കണ്ട. ഇന്ന് രാത്രി അതിനെ ജയിക്കാനുള്ള ഒരു അധികാരം സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്നിരിക്കുക. ഒന്നും ഒരു നാളും ഒരു ദോഷവും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കേട്ടോണേ സ്തോത്രം. അപ്പൊ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, മറ്റെല്ലാ ശക്തികളും എന്റെ കർത്താവിന്റെ കാലിന്റെ കീഴില്. ഒന്ന് ഉറക്കെ പറയാമോ? സ്തോത്രം. പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ പറയും ഉണ്ട്. സ്തോത്രം. മന്ത്രവാദത്തിന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ പറയും ഉണ്ട്. സ്തോത്ര. പൂജകൾക്ക് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞാൻ പറയും ഉണ്ട്. ഇതിനൊന്നും ശക്തി ഇല്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ ഇതിന്റെ മേലുള്ള ശക്തിയാണ്. ഹേ ഹല്ലേലൂയ, പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിച്ച ആ യേശുവിന്റെ കയ്യിലുള്ളത്. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, പുനരുത്ഥാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്, അതിന്റെ ഗ്ലോറി എന്ന് പറയുന്നത് പിശാചിന്റെ ശക്തിയേക്കാളോ, ഏത് പൂജയുടെ ശക്തിയേക്കാളോ, ഏത് ആവിചാരത്തിന്റെ ശക്തിയേക്കാളോ ഉയരത്തിൽ നിൽക്കുന്ന ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ അഞ്ചാമത് രാത്രി ആധരം തുറന്ന് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു നാളും ഒരു ദോഷവും സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ പിശാചിന്റെ ഏജന്റുമാരോടും ശക്തികളോടുമാണ് നമുക്ക് എന്തോ ഉള്ളത്. ഇനി എന്നാ പാസ്റ്ററെ ഈ പോരാട്ടം തീരുന്നത്? ഈ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ പോരാട്ടം തീരുവോ? ഇനി 21 ദിവസം പോരാട്ടം കഴിയുമ്പോ 21 ദിവസം പ്രാർത്ഥന കഴിയുമ്പോ എന്നോടുള്ള പോരാട്ടം തീരുമോ? ഇല്ല. എന്റെ 35-ാമത്തെ വയസ്സ് കഴിയുമ്പോ എന്നോടുള്ള പോരാട്ടം തീരുമോ? ഇല്ല. എന്നാ ഈ പോരാട്ടം തീരുന്നെന്നറിയാമോ? എന്ന് നമ്മൾ എന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന ആത്മാവ് നമ്മുടെ ശരീരം വിട്ടു പോകുന്നു. ഓ നിങ്ങൾക്കൊരു വിശ്വാസം ഇല്ലാത്തവൻ എന്നാ പോരാട്ടം തീരുന്നേ? എന്ന് നമ്മൾ മരിക്കുന്നു അന്ന് വരെ എന്തോ ഉണ്ട്. ഓ എത്ര പോരാട്ടങ്ങളെ അതിജീവിച്ച ഇവിടെ വന്നിരിക്കുന്നു. ഓ ഒരു നല്ല സ്തോത്രം പറയാൻ യേശുവിന്റെ നാമത്തിൽ. എത്രയോ വർഷങ്ങൾ ആത്മീക ജീവിതത്തിൽ ഇറങ്ങി, എത്രയോ പൈശാചിക ബന്ധനങ്ങളെ അല്ലെങ്കിൽ പോരുകളെ തോപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നതല്ലേ?
സ്തോത്രം. ഒന്ന് മാറി എത്രയോ പ്രതിസന്ധികൾ. ശത്രു എവിടൊക്കെയോ കൊണ്ട് ബന്ധിക്കാനൊക്കെ നോക്കിയതല്ലേ? പക്ഷെ ക്രിസ്തുവിന്റെ സാന്നിധ്യവും ആ യേശുവിന്റെ ശക്തിയും എന്റെ ഉള്ളത്തിനകത്ത്, എന്റെ തലമുറയുടെ ഉള്ളത്തിനകത്ത് ഇരുന്നത് കൊണ്ടല്ലേ ഒരുത്തനും എന്നെ ബന്ധിക്കാൻ കഴിയാഞ്ഞത്. സ്തോത്രം. അപ്പൊ നമ്മൾ എന്ന് ഈ ഉലകം വിട്ടു പോകുന്നു അന്ന് വരെ നമുക്ക് എന്തുണ്ട്? ദൈവമക്കളായ നമുക്ക് പോരാട്ടം ഉണ്ട്. ഇനി ശ്രദ്ധിച്ച്, ആരെയാണ് ബന്ധിക്കുന്നത്? ഈ സ്തോത്രം, ഞാൻ ഉദാഹരണം പറയാം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണാം, സ്തോത്രം, രണ്ട് രാജ്യങ്ങൾ, രണ്ട് പട്ടണങ്ങളോ രണ്ട് ദേശങ്ങളോ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധത്തിന്റെ ഒടുവിൽ ഏത് രാജ്യമാണോ ജയിക്കുന്നത് ആ രാജ്യം തോറ്റ രാജ്യക്കാരുടെ മേൽ എന്ത് ചെയ്യും? ജയഘോഷം കൊണ്ടാടും. അത് മാത്രമല്ല, ആ പട്ടണങ്ങൾക്കകത്ത് കയറി അവരെ എന്ത് ചെയ്യും? ബന്ധിക്കും. സ്തോത്രം. അവർക്ക് കൊള്ളയടിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? അവര് കൊള്ളയടിക്കും. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ആരെയാ പിശാച് ബന്ധിക്കുന്നതെന്നറിയാമോ? പിശാചുമായിട്ടുള്ള ആ ഫൈറ്റിങ്ങിൽ, പിശാചുമായിട്ടുള്ള പോരാട്ടത്തിൽ തോൽക്കുന്നവനെയാണ്, സ്തോത്രമില്ല, പിശാചുമായിട്ടുള്ള ഫൈറ്റിങ്ങിൽ, പിശാചുമായിട്ടുള്ള പോരാട്ടത്തിൽ തോൽക്കുന്നവരെയാണ് പിശാച് ബന്ധിക്കുന്നത്. അങ്ങനെ തോക്കാതിരിക്കാൻ വേണ്ടിയാണ് 6:12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്തോ വേണം? സർവായുധ വർഗം. സ്തോത്രം. പിടികിട്ടിയോ? രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ നമുക്കറിയാം, പട്ടാളക്കാർ കൈവീശിയാണ് പോകുന്നത്. അല്ല, അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്? ആയുധങ്ങളുണ്ട്. ആയുധമില്ലാത്ത വ്യക്തിയെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, അല്ലെ? ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ തോക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ, ഇതൊക്കെയുള്ള പട്ടാളക്കാരൻ വരുമ്പോൾ മറ്റവനിട്ട് ഒരു വെടി കൊടുത്താൽ, മറ്റവന് പ്രതിരോധിക്കാനുള്ള ശേഷി ഇല്ലെങ്കിൽ ഒറ്റ വെടിക്ക് അവൻ എന്ത് ചെയ്യും? ഇതുപോലെ ശത്രുവുമായിട്ടുള്ള പോരാട്ടത്തിൽ നാം തോറ്റു കഴിയുമ്പോഴാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ഇതകത്തോട്ട് കയറിയിട്ടില്ല. സ്തോത്രം. ശത്രുവുമായിട്ടുള്ള അനുദിന പോരാട്ടത്തിൽ നാം തോറ്റു കഴിയുമ്പോഴാണ് പിശാച് നമ്മളെ എന്ത് ചെയ്യുന്നത്? ബന്ധിക്കുന്നത്. അങ്ങനെ ബന്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ് 14 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളുടെ അരയ്ക്ക് സത്യം. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ അരയ്ക്ക് സത്യവും, അടുത്തത് നീതി എന്ന കവചവും, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും, എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട്, അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും. ഈ 6-7 കൂട്ടം ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തോറ്റുപോകും. സ്തോത്രം. 6-7 കൂട്ടം ആയുധങ്ങളിലെ ഒന്നാമത്തെ ആയുധമാണ് സത്യം. ജീവിതത്തിൽ എന്തോ ഉണ്ടാകണം? സ്തോത്രം, ഹല്ലേലൂയ. ജീവിതത്തിൽ സത്യമില്ലെങ്കിൽ നമ്മൾ അമ്മേ പരാജയപ്പെടും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും എന്തോ വേണം? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സത്യമില്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല, അല്ലേ? സ്തോത്രം. യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ വചനങ്ങൾ കിടപ്പുണ്ട്. ഇന്ന് രാത്രി 15 മിനിറ്റ് കൂടെയുള്ളൂ എന്റെ മുമ്പിൽ. സ്തോത്രം. എനിക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയമില്ല. അപ്പൊ ജീവിതത്തിൽ എന്തോ വേണം? സത്യം വേണം. ഇനി ഹല്ലേലൂയ, എന്താണ് ദൈവമക്കൾക്കുള്ള പോരാട്ടം? അതോടെ ഞാനിന്ന് പറയാം. നമുക്ക് പോരാട്ടമുണ്ടെന്ന് പറഞ്ഞു, അത് പിശാചുമായിട്ടാണെന്ന് പറഞ്ഞു, മരണം വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ദൈവമക്കളുടെ പോരാട്ടം എങ്ങനെയാ? ഒരു സ്തോത്രം 7 കൂട്ടം കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പോരാട്ടമുള്ള 7 മേഖലകൾ. സ്തോത്രം. 1, പെട്ടെന്നൊന്ന് വായിച്ച്, എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ആന്റി അത് ഉറക്കെ വായിക്കാവോ? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം. അപ്പൊ ഒരു ദൈവ പൈതലിന് പോരാട്ടമുള്ള ഒന്നാമത്തെ മേഖലയാണ് എന്ത്? പാപം. കണ്ടോ?
പാപത്തോടും പാപ സ്വഭാവത്തോടും നമുക്ക് എന്തോ ഉണ്ട്? പോരാട്ടമുണ്ട്. സത്യമാണോ? ആണോ? സ്തോത്രം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എല്ലാവരും, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഇന്നത്തെ ദിവസം ഒരു കള്ളം പോലും പറയാൻ ഇടവരല്ലേ എന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അന്നത്തെ ദിവസം കള്ളം പറയാൻ ഇടവരല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ദിവസമാണ്. എനിക്കറിയത്തില്ല, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ദൈവമക്കളുടെ പോരാട്ടം എന്ന് പറയുന്നത് പാപത്തോടും പാപ സ്വഭാവം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് നന്മ ചെയ്യണമെന്ന്, എനിക്ക് ഭയങ്കര ആഗ്രഹം നന്മ ചെയ്യണമെന്ന്, പക്ഷെ എങ്കിലും ഞാൻ ഇച്ഛിക്കാത്ത തിന്മ. കള്ളം പറയണത് നമുക്ക് ആർക്കും ആഗ്രഹമില്ല, പക്ഷെ നമ്മൾ അറിയാതെ, എനിക്കറിയത്തില്ല, നിങ്ങൾ ഈ 5-ാമത്തെ രാത്രി ഇങ്ങനെ സ്തോത്രം ഹല്ലേലൂയ അല്ലെ, ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോ കള്ളം പറയണമെന്ന് ആഗ്രഹമില്ല അല്ലെ? ഭോഷ്ക് പറയിരുന്ന ദൈവത്തിന്റെ വചനം സ്തോത്രം പറയുന്നില്ലേ? അത് ഞാൻ അതും എടുത്ത് വായിപ്പിക്കണോ? വേണ്ട. ഭോഷ്ക് പറയരുതെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ കള്ളം പറയാൻ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ കള്ളം പറയണോ വേണ്ടയോ എന്നുള്ള സ്ഥലത്താണ് പോരാട്ടം അനുഭവിക്കുന്നത്. നീ കള്ളം പറഞ്ഞാൽ പോരാട്ടത്തിൽ തോറ്റു. കള്ളം പറഞ്ഞില്ലെങ്കിലോ ഞാൻ ആ പോരാട്ടത്തിൽ ജയിച്ചു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ വാക്യം ഒന്നുകൂടെ വായിച്ച 12:4 പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ, സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ചത്താലും എന്ത് ചെയ്യത്തില്ല. അയ്യോ, ആഗോളതലത്തിലുള്ള പെന്തിക്കോസുകാരെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് തീരുമാനിക്കുമായിരുന്നെങ്കിൽ, ഹലോ, ഞങ്ങൾ IPC-ക്കാർ ഉൾപ്പെടെ അങ്ങനെ വേണേ പറയാം, പാപം ചെയ്യുന്നതിൽ പ്രാണത്യാഗത്തോളം. അപ്പൊ ഒന്നാമത് ഒരു ദൈവവൈതലിന്റെ പോരാട്ടം എന്ന് പറയുന്നത് പാപത്തോടാണ്. സ്വോത്രം പാപത്തോടാണ്. കള്ളം പറയുന്നത് ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. സ്വോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, പാപത്തോടാണ് നമുക്ക് എന്തോ ഉള്ളത്? പോരാട്ടമുള്ളത്. ഒത്തിരി വാക്യങ്ങൾ, യാക്കോബ് 4:1, റോമാലേഖനം 6:2, 6:7, 11, 12, 13 വാക്യങ്ങളെല്ലാം നമുക്കിത് കാണാം. ഇനി സ്തോത്രം ഹല്ലേലൂയ. ഈ 1 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. രണ്ടാമത്തെ പോരാട്ടം അനുഭവിക്കുന്ന മേഖല ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് സ്തോത്രം നമ്മുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് മതി. അപ്പൊ നമുക്ക് പോരാട്ടമുള്ള രണ്ടാമത്തെ മേഖലയാണ് നമ്മുടെ ആത്മാവിനോട്. അതിന്റെ അർത്ഥം ജഡമോഹങ്ങളെ വിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആരും ഒരു സ്തോത്രം പറയുന്നില്ല. അപ്പൊ രണ്ടാമത്തെ പോരാട്ടമുള്ള മേഖല ആത്മാവ്, ആത്മാവിനോടുള്ള പോരാട്ടം. ഇനി 3 പെട്ടെന്ന് വായിച്ചു. സ്തോത്രം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം. നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തു യേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അടുത്തത് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഹലോ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് പോരാട്ടമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അറിയാം, ഒരു അരമണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്ന് നോക്കിയേ, നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഇരുത്തിയാൽ ഒരിക്കലും വിളിക്കാത്ത അമ്മാച്ചന്റെ മോൾ അന്നേരം വിളിക്കും. ശരിയല്ലേ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ
ഈ റിസൾട്ട് ഉള്ളതിനോടാണ് പോരുള്ളത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര റിസൾട്ട് കൊണ്ടുവരുന്ന, ആ റിസൾട്ടിലേക്ക് എത്തിക്കാതിരിക്കാനാണ് പിശാച് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഒരു ദൈവ പൈതലിന്റെ പോരാട്ടമുള്ള മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഇനി 4 വായിച്ചോ. ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം 17-ാമത്തെ 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. 1:20. നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി. അപ്പൊ അടുത്ത മേഖല സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദേശ സത്യങ്ങളിൽ നിലനിൽക്കാതിരിക്കാൻ, നമ്മൾ ഉപദേശ സത്യങ്ങളിൽ നിലനിൽക്കാതിരിക്കാൻ ഒരു ഉദാഹരണം പറയാം. സ്തോത്രം. ഈ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സഭായോഗങ്ങളെ ഒന്നുറക്കെ പറയാമോ? നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി. ഇതാണ് പുതിയ നിയമത്തിലെ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവ പൈതലിന് നൽകപ്പെട്ട വചനം എന്ന് പറയുന്നത് നിങ്ങളുടെ സഭായോഗങ്ങളെ. സ്തോത്രം. ഞാൻ ഒരു പാസ്റ്ററാണ്. ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ സഭയിൽ ഒരു വിശ്വാസി വിളിച്ച് പറയും, പാസ്റ്ററെ അത്യാവശ്യമായിട്ട് നാളെ ഞങ്ങൾക്കൊരു കല്യാണം. നിങ്ങൾ ആരും കിട്ടുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, നാളെ സഭായോഗത്തിന് പാസ്റ്റർക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഇല്ല. കാര്യം എന്തേലും പറഞ്ഞാൽ അടുത്ത വർഷം പാസ്റ്റർക്ക് പിന്നെ പാസ്റ്റർ കാര്യമല്ല പറഞ്ഞു, ഞാൻ IPCയിലെ കാര്യമാണ് പറഞ്ഞു. നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് വചനം പറയുക. അപ്പൊ സഭായോഗം, സഭയുടെ യോഗം എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രമല്ലല്ലോ. ഇതൊരു സഭയുടെ യോഗമല്ലേ? അല്ലേ? ഇനി സഭ ഒരു വീട്ടിൽ കൂടപ്പെട്ടാൽ അവിടെ സഭായോഗമായി. ഓ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ സഭായോഗങ്ങൾ ഒന്നും എന്ത് ചെയ്യരുത്, ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പൊ അതിനെ ഉപേക്ഷിക്കാനുള്ള സകല തന്ത്രവും പിശാച് മുന്നിൽ കൊണ്ടുവരും. സ്തോത്രം. സ്തോത്രം. 2 ആഴ്ച മുമ്പ് എന്റെ ചർച്ചിൽ ഒരു അച്ഛൻ സഭായോഗത്തിന് വന്നില്ല. ഞാൻ ഉച്ച കഴിഞ്ഞ് വിളിച്ചപ്പോ ചോദിച്ചു, എന്നാ അച്ഛാ വരാഞ്ഞ? എനിക്കൊരു മൂഡില്ലായിരുന്നു. ആഹാ. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഉള്ളതല്ലോ. അപ്പൊ ചിലർക്ക് സഭായോഗത്തിന് വരണമെങ്കിൽ എന്തോ വേണം. ഓ, നിങ്ങൾ ചിരിക്കണ്ട, പറഞ്ഞു നിങ്ങളുടെ കാര്യം, ഞാൻ IPCയിലെ കാര്യം പറയാം. ചിലർക്ക് സഭായോഗത്തിന് വരണമെങ്കിൽ മൂഡ് വേണം. ശ്രദ്ധിച്ചേ, വചനം പറയുന്നു നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ സ്തോത്രം ആളുകളൊക്കെ ജോലിക്ക് പോകും, അല്ലേ? സ്തോത്രം. ശനിയാഴ്ച വൈകിട്ടോ ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോ എന്തോ ഒരു തലവേദന അല്ലെങ്കിൽ ഒരു പനി. പാസ്റ്റർ വിളിച്ച് പറയും, ഇന്ന് ഞങ്ങൾ സഭായോഗത്തിന്, ഇന്ന് വീട്ടിൽ എന്താ ഞങ്ങള് റെസ്റ്റ് എടുക്കുക, ഒരു ഗുളിയൊക്കെ കഴിച്ച് രാവിലെ എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്ന് പാമ്പിടിച്ച പാസ്റ്റർ വൈകിട്ട് ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, റെനി പാസ്റ്റർ കാര്യമല്ല ഞാൻ പറയുന്നത്, ഞങ്ങളെ പോലെയുള്ള പാസ്റ്റർമാർ വൈകിട്ട് വണ്ടി എടുത്തോണ്ട് നമ്മൾ അവിടെ ചെന്ന ഒരു വാക്ക്, അച്ഛൻ ഇന്ന് വന്നില്ലല്ലോ, എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. തിങ്കളാഴ്ച രാവിലെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ജോലിക്ക് പോയേക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, തിങ്കൾ തൊട്ട് ശനി വരെ ജോലിക്ക് പോയി, ഞായറാഴ്ച ഒരു ദിവസം ദൈവത്തെ ആരാധിക്കേണ്ടത് അന്ന് പനിയായിട്ട് വീട്ടിൽ കിടന്നു. പിന്നെ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ആത്മീക ജീവിതമോ. സ്തോത്രം. 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 ഇതെല്ലാം പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പോരുകളാ, പോരാട്ടങ്ങളാ. ഇതിനെയാ നമ്മൾ എന്ത് ചെയ്യണ്ടേ? സ്തോത്രം. ഇനി അപ്പുറത്തുള്ള മന്ത്രവാദി 2 പൂജ ചെയ്താലും എന്ത് ചെയ്യേണ്ട കാര്യത്തില്ല, എനിക്കറിയത്തില്ല. സ്തോത്രം. ആഭിചാരം യാക്കോബിന്, ആ വാക്കി അറിയത്തില്ല. സ്തോത്രം. ലക്ഷണ വിദ്യ ഇസ്രായേലിന് ഏക്കത്തില്ല. അപ്പൊ ഞാൻ പറയാം, അത് പഴയ നിയമത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്, ശരിയാ. അവരെക്കാൾ എത്രയോ അഭിമാനത്തോടെ നമുക്ക് പറയാം. കാര്യം എന്താ? ആ പഴയ നിയമത്തിലുള്ള ആളുകൾ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരല്ല. പക്ഷെ ഇന്ന് രാത്രി, 5-ാമത് രാത്രി ഇവിടെ ഉപവസിക്കുന്ന നമ്മൾ ആ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, ഇതൊന്നും നമ്മളെ ഏക്കത്തില്ല.
അപ്പൊ ഉപദേശ സത്യങ്ങൾ പാലിക്കുന്നതിനെതിരെ അല്ലെ ഭയങ്കര പോരാട്ടമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ജയിക്കണം. ഞായറാഴ്ച രാവിലെ ഒരു ഇച്ചിരി തലവേദനയാണെങ്കിലും എന്ത് ചെയ്യണം? സ്തോത്രം, ഇന്ന് ഞാൻ തലവേദനയോടുകൂടെ ആരാധനയ്ക്ക് പോകുന്നതെന്ന് പറയണം. ഇവിടെ വന്നിരുന്ന് സ്തോത്രം ആ കസേരയിൽ ഇരുന്ന് പാട്ടുപാടി ആരാധിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ ഇവിടെ പകരുന്ന ദൈവ സാന്നിധ്യം നിന്റെ ശരീരത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം പകർന്നിട്ട് ഹല്ലേലൂയ, ചില വേദനകൾ, രോഗങ്ങൾ, ഹല്ലേലൂയ, ചില പ്രയാസങ്ങൾ എന്ത് ചെയ്യും? ഇവിടത്തെ ആരാധനയിൽ തന്നെ അഴിഞ്ഞു മാറും. സ്തോത്രം, ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ ആത്മീക ജീവിതം കയറണം. ഹല്ലേലൂയ. എനിക്ക് തന്ന സമയം അവസാനിപ്പിക്കാതെ 2 കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഉപദേശ സത്യങ്ങൾ പാലിക്കുന്നതിനെതിരെ ഇനി വായിച്ച അടുത്തത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 2:2. അടുത്തത് വലിയ പോരാട്ടത്തോടെ കണ്ടോ. അപ്പൊ സുവിശേഷ ഘോഷണത്തിലുള്ള പോരാട്ടം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം അല്ലേ. ഒരാളോട് സുവിശേഷം പറയാൻ, ഞാനൊരു കാര്യം പറയാം. സ്തോത്രം, ഈ റോഡിൽ ചെന്ന് കടയിലുള്ള ചേട്ടനോടോ അല്ലെങ്കിൽ ചേച്ചിയോടോ നമ്മൾ ഒത്തിരി ലോകകാര്യം പറയല്ലേ. അയ്യോ, നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു, ചേട്ടാ എന്നെ കൊണ്ട് വിശേഷം, പച്ചക്കറിക്ക് എന്നെ കൊണ്ട് വില കൂടിയോ കുറഞ്ഞോ അല്ലേ. പ്രത്യേകിച്ച് ഇപ്പം സ്തോത്രം, നിങ്ങളുടെ വാർഡിൽ ഏത് സ്ഥാനാർത്ഥി ജയിച്ച്, UDF ആണോ LDF ആണോ, അന്യത് BJP ആണോ, അവർക്കായിരുന്നു സാധ്യത, ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ സുവിശേഷത്തിലേക്കൊന്ന് കയറി നോക്ക്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ സുവിശേഷം പറയണമെങ്കിൽ തന്നെ ഒരു പോരാട്ടം. കാര്യം എന്താ? പിശാച് നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കുകയല്ല. സ്തോത്രം, 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 സ്തോത്രം. അത് പറയിപ്പിക്കാത്ത കാര്യം എന്താണെന്നറിയാമോ? ആ സുവിശേഷത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം അവന്റെ ഹൃദയത്തിനകത്ത് വീണാൽ അത് കയറി അവന്റെ ഹൃദയത്തെ ഉടക്കും. ഈ വിത്ത് അവിടെ കിടക്കും. നാളെ അവൻ ചർച്ചിൽ വരും. ഇത് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് ലോകക്കാരി മുഴുവൻ എന്ത് ചെയ്യും? പറഞ്ഞിട്ട് നമ്മൾ കാശും കൊടുത്ത് ഹലോ, എന്നിട്ട് ആ വ്യക്തി എനിക്ക് പരിചയമുള്ള, നമ്മുടെ കൂടെ പണി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഓഫീസിലുള്ള ഒരാളോട് നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടുള്ളവരെ ഓർത്ത് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. കാര്യം പറയാൻ സാധ്യത കുറവാ. കാര്യം എന്നറിയാമോ? സുവിശേഷ ഘോഷണത്തിനെതിരെ അപ്പോസ്തലനായ പൗലോസിന് ഒരുപാട് പോരാട്ടമുണ്ട്. ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. എടുത്ത എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 32-33 വാക്യങ്ങൾ. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം. എന്നാൽ നിങ്ങൾ കേട്ടോണേ, പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ, അപ്പം അടുത്ത ദൈവ പൈതലിന് അടുത്ത പോരാട്ട മേഖലയാണ് കഷ്ടങ്ങളുടെ പോരാട്ടം. കഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്തോത്രം, വീണ്ടെടുക്കപ്പെട്ട, ദത്തെടുക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട, ആത്മാവിനാൽ മുദ്രയേൽക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എന്തുണ്ട്? കഷ്ടതയുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ കഷ്ടതയുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതിനെ പോരാടി ജയിക്കുന്ന ഒരു അഭിഷേകമാണ് ഈ 5-ാമത് രാത്രി സ്വർഗം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ ആലയത്തിനകത്തുണ്ടെങ്കിൽ ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അനേക കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പൗലോസിന് കഷ്ടത ഉണ്ടായോ? എത്രയോ കഷ്ടങ്ങൾ, പലവട്ടം പട്ടിണി, അല്ലെ, പൈതാഹം, ഹല്ലേലൂയ, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വന്തം സഹോദരങ്ങളാലുള്ള ആപത്ത്. കണ്ടോ? പക്ഷെ ഒരു കാര്യം ഉറപ്പ്, അവിടെയൊന്നും ഈ പോരാട്ടത്തിനകത്ത് തോക്കാൻ സ്വർഗത്തിലെ ദൈവം പൗലോസിനെ അനുവദിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനെതിരെ, നമ്മുടെ ആത്മീക ജീവിതത്തിനെതിരെ ഒരുപക്ഷെ കഷ്ടതയുടെ പോരാട്ടം നേരിടേണ്ടി വന്നാലും ഇന്ന് രാത്രി സ്തോത്രം ഉപവസിക്കുന്ന ദൈവമക്കളോട്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാം, ആ കഷ്ടങ്ങളെ ജയിക്കാനുള്ള ഒരു അഭിഷേകത്തിന്റെ കൃപ, യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മശക്തി ദൈവം നിന്റെ മേൽ പകരുവാൻ. സ്തോത്രം. ഇനി
ഒരുവൻ ബന്ധിക്കപ്പെടാനുള്ള 6 കാര്യങ്ങളോട് ഞാൻ എഴുതിയിട്ടുണ്ട്. വെറുതെ ഞാനൊന്ന് പറഞ്ഞു വിടാം. 1, വചനത്തോട് മത്സരിച്ചാൽ ബന്ധിക്കപ്പെടും. 107 സങ്കീർത്തനം അതിന്റെ 10, 11, 12 വാക്യങ്ങൾ. വചനത്തോട് മത്സരിച്ചാൽ ഒരുവൻ ബന്ധിക്കപ്പെടും. 2, അഹങ്കാരം നിമിത്തം ഒരുവൻ ബന്ധിക്കപ്പെടും. യോബിന്റെ പുസ്തകം 36, 8, 9. 3, ദ്രവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ബന്ധിക്കപ്പെടും. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8:23, ഒരുവനെ മനസ്സറിഞ്ഞ് പരിഹസിച്ചാൽ നാം അറിയാതെ ബന്ധിക്കപ്പെടും. യെശയ്യാപ്രവചനം 28:22. സ്തോത്രം. വേർപാട് പാലിക്കേണ്ട ദൈവ പൈതൽ അശുദ്ധ ജീവിതം നയിച്ചാൽ ബന്ധിക്കപ്പെടും. ന്യായാധിപന്മാർ 16:21, ഒരുവന്റെ ആത്മീക ജീവിതത്തിലെ അലസത അവന്റെ ആത്മീക ജീവിതത്തെ ബന്ധിക്കും. ആവർത്തനം 28:47. ഇന്ന് വായിപ്പിക്കാൻ സമയമില്ല. അപ്പൊ ഇന്ന് രാത്രി പറയാം. സ്തോത്രം. ഇങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ ഹല്ലേലൂയ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടുന്നതിന് സർവായുധ വർഗം എന്ത് ചെയ്യണം? അപ്പൊ ഇന്ന് രാത്രി പറയാം, നമ്മുടെ മരണം വരെയാണ് പിശാചുമായിട്ടുള്ള പോര്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യില്ല? തോറ്റു പോകരുത്. അതിനകത്ത് നമ്മൾ വിജയിക്കണം. ഇന്ന് രാത്രി, ഈ 5ാമത് രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വിജയിക്കണമെങ്കിൽ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം, ജീവിതത്തിൽ കൃപയുണ്ടാകണം, ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടാകണം, ആത്മാവെന്ന വാള് കയ്യിൽ വേണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിന്. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന് ദൈവസഭയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.